തൃശൂർ വടക്കാഞ്ചേരിയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ടാക്സി കാർ തട്ടിയെടുത്തു. മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിന്റെ കാറാണ് മൂന്നംഗ സംഘം തട്ടിയെടുത്തത്. CCTV ദൃശ്യങ്ങളും കാറിന്റെ GPS ലൊക്കേഷനും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ കാർ കണ്ടെത്തി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വളരെയധികം സാഹസികമായിട്ട് ഈ കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു കാർ തട്ടിയെടുത്ത ആളെ കുറിച്ചുള്ള വിവരങ്ങൾ, ആളെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും കിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് വടക്കാഞ്ചേരി പോലീസ്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. മൂന്നാമത്തേവാവ് മെഡിക്കൽ കോളേജ് പരിസരത്താണ് ഈ കാറ് ഓട്ടം വിളിക്കുന്നത്. മുണ്ടത്തിക്കോട് സ്വദേശിയുള്ള വിനോദിന്റെ കാറാണ് ഈ തട്ടിയെടുത്ത ആൾ ഓട്ടം വിളിച്ചത്. KL10 AW 7075 ഈ നമ്പറിലെ വണ്ടിയാണ് ഓട്ടം വിളിച്ചത്. 3 മണിക്ക് ഓട്ടം വിളിച്ച് അങ്കമാലിയിലേക്കാണെന്ന് പറഞ്ഞാണ് ഓട്ടം വിളിക്കുന്നത്. പിന്നീട് കുറാഞ്ചേരിയിൽ ചെന്ന് വീട്ടിൽ നിന്നും ആളെ കയറ്റണം എന്ന് പറഞ്ഞ് വാഹനം കുറാഞ്ചേരിയിലേക്ക് എടുത്തു. അതിനിടയിൽ കുറാഞ്ചേരിയിലെത്തി പട്ടിച്ചിക്കാവ് വഴി കല്ലമ്പാറ ഭാഗത്തേക്ക് പോയി. ഇതിനിടെ ബീവറേജിൽ പോയി മദ്യം വാങ്ങണമെന്ന് പറഞ്ഞ് വെളപ്പായ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് മദ്യവും വാങ്ങി. അങ്ങനെ കുറാഞ്ചേരി വഴി പട്ടിച്ചിക്കാവ് റോഡ് വഴി കല്ലമ്പാറ, വടക്കാഞ്ചേരി ലിമിറ്റാണ് കല്ലമ്പാറ എന്ന് പറയുന്ന സ്ഥലം, അവിടേക്ക് എത്തി. അവിടെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഓട്ടം വിളിച്ച ആള് ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കാറിൽ നിന്നും പുറത്തേക്ക് ഇട്ട് കാറുമായി കടന്നത്. പിന്നീട് ഈ വിനോദ് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഉടൻ പോലീസ് ആക്ട് ചെയ്തു. പോലീസ് കാറിന്റെ GPS സംവിധാനം പരിശോധിച്ചു. മാത്രമല്ല CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. പിന്നീട് 6 മണിയോടെ ഈ കാറ് കുന്നംകുളത്ത് ഒരു ആശുപത്രി, സ്വകാര്യ ആശുപത്രി പരിസരത്ത് പാർക്കിങ്ങിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. കാറ് 3 മണിക്ക് ഓട്ടം വിളിച്ച് 6 മണിക്കുള്ളിൽ കാറ് കണ്ടെത്തി. 3 മണിക്കൂറിനുള്ളിൽ കാറ് കണ്ടെത്തി. വിനോദിനും കാര്യമായ പരിക്കുകളില്ല, മുളകുപൊടി എറിഞ്ഞതൊഴിച്ചാൽ. എന്തായാലും ഈ കാറ് തട്ടിയെടുത്ത ആളെ കുറിച്ചാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസും അതുപോലെ ഡാൻസ് ഓഫ് സംഘവും ഒക്കെ കൂടി വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാറ് കിട്ടിയ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പ്രതിയെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കി വരികയാണ്. നമുക്കറിയാം, ഈ കാറ് മുളകുപൊടി എറിഞ്ഞ് തട്ടിയെടുക്കുന്ന സംഭവം മുൻപും പലതവണ ഉണ്ടായിട്ടുണ്ട്. ഈ കുറച്ച് നാളുകളായി അത്തരത്തിലുള്ളൊരു തട്ടിയെടുക്കലിന് ഒരു വലിയ ഇടവേള വന്നു. പക്ഷേ ആ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ തൃശ്ശൂരിലാണ് ഇത്തരത്തിൽ കാറ് തട്ടിയെടുക്കൽ, മുളകുപൊടി എറിഞ്ഞ് ഓട്ടം വിളിച്ച് ശേഷം കാറ് തട്ടിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും കാറ് കിട്ടിയെന്നത് ആശ്വാസകരമാണ്. മറ്റ് ദേഹോപദ്രവങ്ങളൊന്നും ഏൽപ്പിക്കാതെ വാഹനം കൊണ്ടുപോയെന്നതും ആശ്വാസകരമാണ്. വിനോദിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും ഈ കാറ് തട്ടിയെടുത്ത ആളെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്.